എത്ര കിലോ? ഇത് 1 കിലോ മീനുള്ളൂ. 2 കിലോ ടൈപ്പ് വരെ മീനുണ്ട്. ഗസ്റ്റുകൾ അവർ നോക്കിയെടുത്ത മീനാണ്. ഇത് തൂക്കി അവർക്ക് 1 മണിക്കൂറിന് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. നമസ്കാരം. എന്നുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഞാൻ വന്നപ്പോൾ ഇവിടെ എത്തിച്ചേരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ. ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്തായിരുന്നു? ഇത് ഈ വസ്തു ഒരു 10-30 വർഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ഫാദറിന് ഇഷ്ടിക കമ്പനിയായിരുന്നു അവിടെ. അപ്പോൾ ഇഷ്ടിക കമ്പനിയിൽ മണ്ണെടുത്ത് കുളമായതാണ് ഈ പോണ്ട്. അപ്പോൾ ഇഷ്ടിക കമ്പനി ഒരു 10-25 വർഷം ഇഷ്ടിക കമ്പനി നടത്തി. ലാസ്റ്റ് പിന്നെ അധികം നാൾ ഈ ഇഷ്ടികയുടെ സിമെന്റ് കട്ട വന്നതിന് ശേഷം ഇഷ്ടികയുടെ കുറഞ്ഞപ്പം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നത്. അതെ, എന്നിട്ട് കൊടുത്തപ്പോഴും തന്നെ ഈ വെള്ളത്തിൽ എനിക്ക് മീൻ കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഠിച്ചത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതിനുശേഷം ഞാൻ വിദേശത്തായിരുന്നു. ഈ മത്സ്യകൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് ഈ മത്സ്യകൃഷിയിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പം എത്ര നാളായി മത്സ്യകൃഷി തുടങ്ങി? 6-7 വർഷമായി. 7 വർഷം. ഒരു 3 വർഷം 4 വർഷം മുൻ പരാജയമായിരുന്നു. മത്സ്യകൃഷിയിൽ പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ കാണാം ഈ പോണ്ട് ഫ്രഷ് വാട്ടർ ഫാമിംഗ് ആണ്. ഈ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അപ്പം വെള്ളം ഒഴുക്ക് വന്ന് നാട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ വെള്ളം അടിച്ച് വറ്റിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് മുടക്കണം. അപ്പോൾ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ഇട്ടപ്പോഴത്തന്നെ വേറെ മീനുകൾ ആറ്റിലെ മീനുകൾ ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം തിന്നു. അപ്പോൾ അത് പരാജയമായി. ഇപ്പോൾ ഈ തവള അങ്ങനെയുള്ള അതെ കട്ട്ല രോഹു ഒക്കെയാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ ആറ്റിലെ മീനുള്ള ഈ കൂരല് വാഹ അങ്ങനെയുള്ള ടൈപ്പുകൾ മീനുകൾ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് അത് പരാജയമായി. അപ്പോഴും നാട്ടുകാരും വീട്ടുകാരും മൊത്തവും വഴക്കായിരുന്നു. കാരണം പിന്നെ മത്സ്യകൃഷിയിലേക്ക് ജോലി ഉപേക്ഷിച്ച് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിയല്ലോ. നമ്മൾ ഇതിനൊരു ക്രൈസ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങി. രണ്ടാമത് കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കൂടുണ്ടാക്കി കൂടിനകത്തിട്ട് കുറെ കഴിഞ്ഞപ്പോഴത്തേന് വന്ന് കൂട് കുത്തിപ്പൊട്ടിച്ച് മൊത്തം മീൻ വീണ്ടും പോയി. ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും പരാജയമായി. സക്സസ് ആവുന്ന എപ്പോഴാണ്? പിന്നെ 3ാമത്തെ പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ശാസ്ത്രീയമായി പഠിച്ചു. ഈ വെള്ളത്തിൽ ഏത് മീൻ വളരും അങ്ങനെ അതിന് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രഷ് വാട്ടർ ഫാമിങ് ചെയ്യാൻ വേണ്ടി ഈ വെള്ളം വട്ടം കെട്ടിക്കൊണ്ട് ഒഴുക്ക് സംവിധാനം കൂട്ടിക്കൊണ്ട് വെള്ളം പൂർണ്ണമായിട്ട് അടിച്ചു പറ്റിച്ച്. ഇപ്പം ഞാൻ ഒരു ബാങ്ക് ലോണിൻ്റെ സഹായത്തിനോട് പല ബാങ്കുകളിൽ നമ്മൾ പോയി. ബാങ്കുകാർ ഫുള്ള് നെഗറ്റീവാണ്. ബാങ്കുകാർ ആരും ലോൺ തന്നില്ല. നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ബാങ്കുകാർ പറയുന്നത് 1 വർഷത്തേക്കാണ് ഈ മീൻ വളർന്നു വരുന്നത്. അപ്പം ടേം ആയിട്ട് മന്ത്ലി അടയ്ക്കാൻ പറ്റും. എങ്ങനെ പറ്റും? അതുകൊണ്ട് കൃഷിക്ക് ലോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പൗൾട്രിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 20 ലക്ഷം രൂപ കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പം പല ബാങ്കുകളിൽ നിന്നും പോയി കാനറ ബാങ്കുകാർ മാനേജർ രജാസ് എന്ന് പറഞ്ഞൊരു മാനേജർ ചെറുപ്പക്കാരനായിരുന്നു. എൻ്റെ കോൺസെപ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ലോൺ സാങ്ഷനാക്കി തന്നു. ഞാൻ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിച്ച് വട്ടം ഫെൻസിങ് ചെയ്ത് പൗൾട്രിയും ഫിഷും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഫിഷറീസിൽ നിന്ന് 25,000 കുഞ്ഞുങ്ങളെ എടുത്തു. അല്ലാതെ 25,000 കുഞ്ഞുങ്ങൾ എല്ലാണ്ട് 1 ലക്ഷം കുഞ്ഞുങ്ങളെ ഞാൻ ഇത് ചെയ്തു. ഇട്ട് നല്ലപോലെ മീൻ ഇപ്പോൾ രാവിലെയും വൈകിട്ടുമാണ് മീൻ തീറ്റ കൊടുക്കണ്ടേ. ഇപ്പോൾ രാവിലെ നമ്മൾ പെല്ലറ്റ് തീറ്റ നമ്മൾ ഈ അന്ന് കൊട്ടവഞ്ചിയായിരുന്നു. കൊട്ടവഞ്ചിയിൽ ഇറങ്ങി വട്ടം തീറ്റ കൊടുത്ത് ഡെയിലി നമ്മൾ മീൻ പിടിച്ച് നോക്കും, തൂക്കമൊക്കെ നോക്കും, മാസത്തിൽ നോക്കും, ഗ്രോത്ത് നോക്കും. ഒരു 8 മാസമായപ്പോൾ നല്ല രീതിയിൽ വിളവെടുക്കാറായി. 1 ലക്ഷം കുഞ്ഞുങ്ങളെ വിളവെടുക്കാറായ സമയത്താണ് 2018 പ്രളയം ഉണ്ടാകുന്നത്. അപ്പോൾ അതും പരാജയം. പ്രളയത്തിൽ കംപ്ലീറ്റ്, അതായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം വരെ വെള്ളം വന്ന് പൗൾട്രി 10,000 കോഴി ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കോഴി പോയി, മീനും പോയി. വീണ്ടും പ്രതിസന്ധി വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരെല്ലാം ഇതായി. അങ്ങനെ എന്നെ ആ സമയത്ത് ഇങ്ങോട്ട് ആരും കൊണ്ടുവന്നില്ല. കാരണം ഈ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അവരിത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് തീറ്റയിട്ട് കൊടുത്ത് നോക്കിയപ്പോഴത്തേന് കുറച്ച് മീനുകളുണ്ട്. ആ മീൻ ഒരു വിളവെടുപ്പ് ഉത്സവം തന്നെ നടത്തി. ആ മീൻ നമ്മൾ പിടിച്ച് അന്നൊരു 3 ലക്ഷം രൂപയുടെ മീൻ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് പിന്നെ കൂടുതൽ പ്രചോദനം കിട്ടി. സജീവമായി തന്നെ ഇതിലേക്ക് ഇറങ്ങി. 2020 അത് കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ 3 ജില്ലയിൽ മീൻ സപ്ലൈ ചെയ്തു. നമ്മുടെ മീൻ സപ്ലൈ എന്ന് വെച്ചാൽ നമുക്ക് ഗ്രോവലിൻ്റെയും ഗോദ്രേജിൻ്റെയും ഫുഡ് കൊടുത്താണ് ഇത് വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധജല മത്സ്യം ആയതുകൊണ്ട് നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജീവനോടെ തന്നെ വണ്ടിയിൽ വെള്ളം നിറച്ച് ജീവനോടെ കൊണ്ടുപോവാണ്. ലൈവാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഈ പൗൾട്രി അങ്ങ് ബ്ലോക്കായി. ഞാൻ പൗൾട്രി മൊത്തവും കോഴികളും ചത്തുപോയപ്പോഴത്തേനെ ബ്ലോക്കായി. പിന്നീടാണ് ടൂറിസത്തെ കൂടെ സ്റ്റാർട്ട് ചെയ്ത്
ആ ആ ആ. ഇതിപ്പോൾ നിങ്ങൾക്ക് വരുന്ന വഴി നല്ല രീതിയിലുള്ള ദൂരമാണല്ലോ. അതെ അതെ അപ്പോൾ ആ ഒരു ടൂറിസത്തിൽ ആംബിയൻസ് ഉണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. ആ ആംബിയൻസ് ഫീൽ ചെയ്ത് നമ്മൾ പിന്നെ ചെറിയൊരു ഹട്ട് സ്റ്റാർട്ട് ചെയ്ത് വിനോദസഞ്ചാരികളോട് വന്ന് അവർക്ക് സ്വന്തമായിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം, ഇവിടെ പാചകം ചെയ്ത് കഴിക്കാം, അങ്ങനെ ഒരു സംവിധാനമായി. ഈ കോവിഡ് സമയത്ത് 2 ജില്ലയിൽ മീൻ സപ്ലൈ ചെയ്ത് അതിനുശേഷം കൊല്ലം ജില്ലയിലെ മാതൃക യുവ കർഷകനായി തിരഞ്ഞെടുത്ത് അങ്ങനെ രീതിയിലുള്ള പിന്തുണയായി. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അത്യാവശ്യം അറിയപ്പെടുന്ന കേരളത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്, മീൻ വാങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ വിജയകരമായിട്ടും മത്സ്യകൃഷി ചെയ്ത ഫ്രഷ് വാട്ടർ ഫാമിംഗ് ആണ് ചെയ്യുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കുളം ഒരുക്കലിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ. അപ്പോൾ pH വാല്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. 7.5 മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഈ വെള്ളം ഈ ഫ്രഷ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് pH വാല്യൂവിൻ്റെ ഒരു വേരിയേഷൻ സംഭവിക്കാം. ഒഴുക്കുള്ള സമയത്ത് വെള്ളത്തിന് നമ്മൾ pH നോക്കിയിട്ട് അത് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ pH ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പം ഉപ്പിടും, കരി കെട്ടിടും, ചാണകം നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഫിഷറീസ് വകുപ്പ് അവർ വന്നിട്ട് നമുക്ക് വെള്ളം ചെക്ക് ചെയ്ത് നമുക്കതിനെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാനുള്ള ലിക്വിഡ് ഉണ്ട്, നമ്മൾ തന്നെ അത് ചെക്ക് ചെയ്യും. അപ്പോൾ ആദ്യമേയൊക്കെ അവർ സഹായം, പിന്നെ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചപ്പോഴത്തന്നെ ഇപ്പോൾ എനിക്ക് എങ്ങനെയാണ് മീൻ വളർത്തേണ്ടതും മീൻ ഏതെങ്കിലും രീതിയിൽ ചാവും. ചില സമയങ്ങളിൽ പിന്നെ ഒരു 1000 കിലോ മീനുകളൊക്കെ ചാവാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ pHന്റെ വേരിയേഷൻ കുറയുമ്പോഴത്തന്നെ മീൻ വന്ന് വാ തുറക്കുമ്പോൾ കട്ട്ല, കാർപ്പിന് മത്സ്യങ്ങൾ പെട്ടെന്ന് ചാവും. ഇത് റിസ്ക് ഭയങ്കരമാണ് നമുക്കിത്. അതുകൊണ്ട് ഇൻഷുറൻസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. കാര്യം റിസ്ക് ഭയങ്കര ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻഷുറൻസിന് കൊടുക്കുന്നത്. അപ്പോൾ റിസ്ക് ഭയങ്കരമാണ്. അപ്പോൾ ശാസ്ത്രീയമായി തന്നെ ഇത് നമ്മൾ നോക്കിയാൽ പോലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മീൻ നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. അല്ല ഇപ്പം അറിയാമല്ലേ മീൻ എന്തുകൊണ്ടാണ് മേളിൽ അറിയാം. നമ്മൾ മീൻ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ അതിന്റെ വാലിന് ഫംഗൽ ഉണ്ടെങ്കിൽ അതറിയാൻ പറ്റും. അതിന് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യും. അപ്പോൾ ഏത് മത്സ്യത്തിനാണ്, ഏതൊക്കെ മത്സ്യങ്ങളാണ് ഇപ്പം? നമ്മൾ 6 ഇനം മത്സ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കട്ട്ലയുണ്ട്, രോഹു, മൃഗാല്, സൈപ്പർനൻസ്, തിലാപ്പിയ, ആവോലി. കൂടുതലും ആൾക്കാർ കഴിക്കുന്നത് ആവോലിയാണ് ഡിമാൻഡ് കൂടുതൽ. ശുദ്ധജല മത്സ്യ ആവോലി എന്ന് പറയും, അതാണ് ഡിമാൻഡ് കൂടുതൽ. ആവോലിയുടെ അത് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ആവോലി മീനാണ്. ഓക്കെ. പിന്നെ വേറെ മറ്റ് ലാഭകരമായിട്ടുള്ള മത്സ്യങ്ങൾ ഏതൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ വളർത്തുന്നത്? കട്ട്ല, രോഹു. ഈ ആവോലിയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി, പച്ചിലകളെല്ലാം കഴിച്ചോളും. ഫുഡിന് നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ കട്ട്ല, രോഹു, മൃഗാല് പെല്ലറ്റ് തീറ്റ മാത്രം കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പെല്ലറ്റ് നല്ല വിലയാണ്. 40 കിലോയ്ക്ക് 1700 രൂപയൊക്കെ വിലയാണ്. അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഒരു 20 ചാക്ക് വേണം. 17,000 രൂപ 15,000 രൂപയുടെ തീറ്റ കൊടുത്താൽ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തീറ്റ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലാഭം ഉണ്ടാക്കാം. അല്ല ഇതിന് ഇപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ പെല്ലറ്റ് കൊടുക്കും. ആവോലിക്ക് നമ്മൾ പച്ചക്കറിയുടെ ക്യാബേജ്, കോളിഫ്ലവറിന്റെ ഒക്കെ തോല്, പിന്നെ ചീനിയില, പിന്നെ പെല്ലറ്റ്, ചോറ് കൊടുക്കും. അങ്ങനെ അത് കൊടുക്കും. ഈ ഇപ്പോൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ 1000 അല്ലെങ്കിൽ ഈ 10,000 കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ ഈ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല ഗുണമുള്ള കുഞ്ഞുങ്ങളെ നമ്മളെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അല്ലാതെ നമുക്ക് ഇപ്പം ഞാൻ എടുക്കുന്നത് 3 സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മീൻ എടുക്കുന്നുണ്ട്, അതല്ലാതെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വില വ്യത്യാസം വരും. നമുക്കിപ്പം ഞാൻ 50,000 1 ലക്ഷം കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. അപ്പം പുറത്തുനിന്ന് എടുക്കുമ്പോൾ വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു കുഞ്ഞിന് 3 രൂപ 3.5 രൂപ ആ റേഞ്ചിന് കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് 4 രൂപ 5 രൂപ വില വരും. പക്ഷെ നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞെന്ന് വെച്ചാൽ സൈസാണ്. നമുക്ക് ഒരു ഇച്ചിരി സൈസുള്ള മീനുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1000 എടുത്തു കഴിഞ്ഞാൽ 300 എണ്ണം 250 മോർട്ടാലിറ്റി ഉണ്ടാവും. കാരണം നമ്മൾ ഇവിടെ എത്തിക്കുന്നത് ഫ്ലൈറ്റ് വഴിയാണ്. ഫ്ലൈറ്റ് വഴി ഇവിടെ എത്തി കഴിയുമ്പോഴത്തേന് എന്തായാലും കുറച്ച് ഡാമേജുകൾ ഉണ്ടാവും. പക്ഷേ മോർട്ടാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി തന്നെ ആ വീഡിയോ എടുത്ത് നമ്മൾ എടുക്കുന്ന കമ്പനിയിലേക്ക് അയക്കുമ്പോൾ അവർ മോർട്ടാലിറ്റിക്ക് ഒരു ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ അതുപോലെ നമ്മളിപ്പോൾ 1 ലക്ഷം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ഈ 1 ലക്ഷം കുഞ്ഞുങ്ങളും ഈ നമ്മുടെ ഈ വെള്ളമായിട്ട് അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ഒരു കേജിനകത്ത് ഒരു കവറിനകത്ത് 500 കുഞ്ഞുങ്ങൾ 1000 കുഞ്ഞുങ്ങളായിരിക്കും അകത്തുള്ളത്. ഇത് കൊണ്ടുവന്നതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഒരു 15 മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിൽ ഇറക്കിയിടും. ഇറക്കിയിട്ട് ഈ വെള്ളവും നമ്മൾ ടെമ്പറേച്ചർ ഓക്കെ ആയതിനു ശേഷം നമ്മൾ കവർ പൊട്ടിച്ച് തുറന്നോളും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ pH എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മീനെ നിക്ഷേപിക്കുന്നത്. എന്നാലും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ 100 ഒക്കെ ചാവാറുണ്ട്. അത് നമുക്ക് ചില ഈ പറഞ്ഞ പോലെ ക്ഷതം ഏൽക്കുന്നതും ഓക്സിജനോ പെട്ടെന്ന് വെള്ളത്തിലോട് ചേരാത്തതൊക്കെ ചാവാറുണ്ട്, മോർട്ടാലിറ്റി സംഭവിക്കാറുണ്ട്. അല്ല ഈ കുഞ്ഞായിരിക്കുമ്പോഴേ ഇപ്പം ഇത് നമ്മൾ ചുറ്റുപാടും ഫെൻസിങ് ഉണ്ടെങ്കിലും ഈ പക്ഷികളുടെ നമ്മൾ ഇപ്പം ഇതിപ്പോൾ തുറന്നിട്ടേക്കുവാണ്. കുഞ്ഞുങ്ങൾ ഇടുമ്പോഴത്തേന് ഇത് ഫുള്ള് കവർ ചെയ്യും. ഓക്കെ, കവർ ചെയ്ത് പക്ഷികളെന്ന് വെച്ചാൽ ഒരു നീർക്കാക്ക അങ്ങനെയുള്ളതൊക്കെ 1 മണിക്കൂറിലൊക്കെ 10 മീനെയൊക്കെ അവർ പിടിക്കുന്നുണ്ട്.
നമ്മൾ മാറിയിരുന്നത് കറക്റ്റായിട്ട് വീക്ഷിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണെന്ന് പോയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേളിൽ ഇതിട്ട് മറ്റു കൃഷികളെ അപേക്ഷിച്ച് മീൻ കൃഷി ലാഭമാണ്, പക്ഷേ റിസ്ക് ഭയങ്കരമാണ്. ഇപ്പോൾ ഞാൻ അതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഇതിനകത്ത് പല ഐറ്റം മീനുകളാണല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ ചിലപ്പോൾ വലിയതിനെ നമുക്ക് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ കുറേ കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കേജിനകത്ത് നമ്മൾ കുഞ്ഞിനെ ഇട്ടതിന് ശേഷം ഒരു 3 മാസം നമ്മൾ കൈത്തീറ്റ കൊടുത്ത് അതിനെ വളർത്തി ഒരു നല്ല രീതിയിലുള്ള ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ തുറന്നു വിടും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മീനെ മോർട്ടാലിറ്റി ഇല്ലാതെ കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. ഇത് എത്ര കാലയളവുണ്ട് ഈ ആവോലി എടുക്കാൻ? പല മീനുകളും പല ഇതാണ്. നമ്മൾ തീറ്റ ചില കയ്യൂക്കുള്ളൊരു കാര്യക്കാരെന്ന് പറഞ്ഞ കണക്ക് തീറ്റ പെട്ടെന്ന് തിന്നുന്നത് ചിലപ്പം 6 മാസം കൊണ്ടൊക്കെ 3/4 കിലോ 1 കിലോ ഒക്കെ. ഷൂട്ടർ എന്ന് പറയുന്നല്ലേ, ഷൂട്ടേഴ്സ്. പിന്നെ അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്കൊരു 7 മാസം. ഇതിപ്പോൾ നമുക്ക് ഈ ആഴവും നല്ലപോലെ മീൻ എല്ലാ കാര്യങ്ങൾക്കും ഓടാനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ട് ഗ്രോത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട്. എനിക്ക് റിസൾട്ട് ഉണ്ട്. ഒരു വർഷമൊക്കെ ആകുമ്പോൾ 2 കിലോ 3 കിലോ ആവുന്നതുണ്ട്. 6 മാസം കൊണ്ട് 1 കിലോ ആവുന്നതുണ്ട്. വ്യത്യസ്തമായ രീതിയിലുള്ള. പിന്നെ നമ്മൾ മീൻ പിടിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞില്ല 1/2 കിലോ 1 കിലോ, നമ്മൾ 1 കിലോ മേലോട്ടുള്ള മീൻ ഇവിടെ എടുക്കുള്ളൂ. അപ്പം നമ്മൾ വലയിട്ട് കുളത്തിലേക്ക് ഇറങ്ങി മീൻ പിടിച്ച് വലുതിനെ നമ്മൾ കേജിലേക്ക് മാറ്റും, ബാക്കി ചെറുതിനെ തിരിച്ചു വിടുകയാണ്. ആ സൈസാണ് നോക്കുന്നത്, കാലയളവല്ല. ഇവിടെ നമുക്ക് ഈ ഫുഡ് കൊടുക്കുന്നൊരു സമയമാണ്, ഫ്രഷ് ഫിഷ് കൊടുക്കുന്ന സമയം. അപ്പോൾ നമ്മൾ കിലോ നോക്കി, ഇപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ അവർ മീൻ നോക്കും, മീൻ തൂക്കും, ക്ലീൻ ചെയ്യും. 1 മണിക്കൂർ കൊണ്ട് ഫുഡാവും. ഈ ചില ഫാമിലൊക്കെ ഇവർ മീനിൻ്റെ സൈസ് കൂട്ടാനായിട്ട് അങ്ങനെയുള്ള ഫുഡ് കൊടുക്കാറുണ്ട്. അത് വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഈ കോഴി വേസ്റ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഈ വെള്ളം ഭയങ്കര രീതിയിൽ ഇപ്പം അങ്ങനെ കൊടുക്കുന്ന മീനുകൾക്ക് ടേസ്റ്റും കുറവാണ്. കാര്യം ഈ മീൻ ഇപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്നത് കിലോ ഫ്രഷ് മീൻ കൊടുക്കുന്നത് 300 അത് നമ്മളത് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് 600, 650, 700 റേഞ്ച് വരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ മീനുകൾ സെയിം സാധനം ലോക്കൽ മാർക്കറ്റുകളിൽ 100, 150 രൂപയ്ക്ക് കിട്ടും. ആ 150 രൂപയ്ക്ക് കൊടുക്കുന്ന മീനുകളാണ് ഈ പറഞ്ഞ വേസ്റ്റ് കൊടുത്ത് വളർന്ന മീനുകൾ. ടേസ്റ്റ്ലെസ് ആണ്, ടേസ്റ്റ് കിട്ടത്തില്ല. അതിലൊരു കൊഴുപ്പിന്റെ ഒരു ചോയ ഇത് കാണാം. ഇതിപ്പോൾ നമ്മൾ ഈ മീൻ നമുക്ക് എത്ര ടേസ്റ്റ് കഴിച്ചാൽ പോലും നമുക്ക് ഈ ചേറിൻ്റെ ഒരു സ്മെല്ലും നമുക്ക് കിട്ടത്തില്ല. കാര്യം അതനുസരിച്ചുള്ള നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ആവോലി തന്നെയാണോ ഏറ്റവും ലാഭമായിട്ട് കൃഷി ചെയ്യാൻ? ലാഭമായിട്ട് കൂടുതൽ എനിക്ക് ആവോലിയാണ് നോക്കുന്നത്. കട്ട്ല രോഗമൊക്കെ പെട്ടെന്ന് തന്നെ മോർട്ടാലിറ്റി സംഭവിക്കാറുണ്ട്. കട്ട്ല രോഗമൊക്കെ ഓക്സിജന്റെ അളവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറയുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ മോർട്ടാലിറ്റി സംഭവിക്കാറുണ്ട്. തിലാപ്പിയ ഉണ്ട്. പക്ഷേ തിലാപ്പിയതിനകത്ത് ഞാൻ 1 ലക്ഷം കുഞ്ഞുങ്ങളെ തിലാപ്പി ഇട്ടതാണ്. തിലാപ്പിയുടെ വലിയൊരു പ്രശ്നം തിലാപ്പി പിടിക്കാൻ പറ്റുന്നില്ല. തിലാപ്പി വലയിൽ ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും നോക്കി, തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ട് ഇതിനകത്ത് പിടിക്കാൻ നോക്കി, പക്ഷേ തിലാപ്പി വലയിൽ കയറുന്നില്ല. തിലാപ്പി ഓടി മാറുവാണ്. ബൾക്ക് ക്വാണ്ടിറ്റി സാധനമുണ്ട്, പക്ഷേ തിലാപ്പിയ പിടിക്കുന്നില്ല. തിലാപ്പിയ കരിമീൻ പോലെ തന്നെ ചില ഹോട്ടലുകളിലൊക്കെ കരിമീൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതൊക്കെ തിലാപ്പിയ ചില ഹോട്ടലുകളിലൊക്കെ. പിന്നെ വേറെ ഏതാ? റൂഹും കട്ടളയാണല്ലോ. റോഹും കട്ടള അത് നല്ല മീനാണ്. അത് നല്ല മാംസമുള്ള മീനാണ്. അത് 1 വർഷം കൊണ്ട് 2 കിലോ ടൈപ്പ് ആവും. അതിന് പെല്ലറ്റാണ് നല്ലത്. പെല്ലറ്റ് കൊടുത്ത് വളർന്നതനുസരിച്ച് ഗ്രോത്ത് കൂടും. പക്ഷേ ആയുസ് പെട്ടെന്ന് തന്നെ ചാവാൻ സാധ്യതകൾ കൂടുതലാണ്. റിസ്ക് കൂടുതലാണ്. ഈ ചില ഫാമുകളിൽ ഇപ്പോൾ ആസാം വാള പോലെയുള്ള മീനുകളാണ് കൂടുതലായിട്ടും ഭയങ്കര ലാഭം എന്നുള്ള ഒരു കൃഷി ചെയ്യുന്നത്. അത് എത്രത്തോളം? ആസാം വാള നല്ല രീതിയിൽ തന്നെ ലാഭമാണ്. അത് 6 മാസം കൊണ്ട് നല്ല രീതിയിൽ വെയിറ്റ് വെക്കും. പക്ഷെ നമ്മൾ ആസാം വാള ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ടേസ്റ്റിന്റെ ചില കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആസാം വാള ഉണ്ട്. പക്ഷെ അത് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാതെ തന്നെയാണ് കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. കട്ട്ലയും ഈ ആവോലിയാണ് കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത്. അല്ല, ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള സൗകര്യം ഉണ്ടാവാത്ത ആൾക്കാർ ടാർപോളിനൊക്കെ വെച്ച് ചെറിയ കൺജസ്റ്റഡ് ഒരുപാട് പേര് എന്നെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസവും ഒരാൾ ഒരു 500 കുഞ്ഞുങ്ങളെ ഇട്ട് മോർട്ടാലിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത് കൃത്യമായി തന്നെ ഇത് റിസ്ക് ആണ്. വെള്ളം കൃത്യമായി പരിശോധിക്കുക. അല്ല, ഞാൻ പറഞ്ഞ അതുമായിട്ട് വ്യത്യാസമുണ്ടോ? ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതല്ലേ കുറച്ചുകൂടെ നല്ലതാണ്. മറ്റേത് നമുക്ക് മീൻ ഇപ്പം ടാർപോളിങ് ഇട്ട അതിന് 4 അടി 3 അടി വിസ്തീർണം കുറവായിരിക്കും. അതിന് ഓടാനോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കുറവാണ്. പെട്ടെന്ന് തന്നെ ഇതിനകത്ത് അഴുക്ക് ഫോം ചെയ്യാനും കൂടുതലാണ്. അല്ല, അതിന് വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സ്ഥലത്ത് വളർത്തുമ്പം ഇത് അധികം ശരീരം അനങ്ങാത്തതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് വയ്ക്കും. പക്ഷെ ഒരുപാട് ഓടുന്ന മീൻസ് അതിന്റെ എനർജി മുഴുവൻ പോകുന്നത് ഫുഡ് കൂടുതൽ. പക്ഷേ അങ്ങനെ പറയുന്നതുണ്ട്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ആൽഗാസും അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കിട്ടുന്നുണ്ട്. അതായിരിക്കാം സംഭവം. ഇതിലേക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. നമ്മൾ 6 മാസം കൊണ്ട് 1 കിലോ ടൈപ്പ് എനിക്ക് ആവുന്നുണ്ട്. നേരെ മറിച്ച് ഞാൻ കൂട്ടിൽ പിടിച്ചിട്ട മീൻ എനിക്ക് ഗ്രോത്ത് കുറവാണ്. കാര്യം ഞാൻ കൂട്ടിലാക്കി കേജിനകത്ത് എടുത്ത് വളർത്തുന്ന മീൻ ഗ്രോത്ത് കുറവായിരുന്നു. അതിനുശേഷം ഞാൻ തുറന്ന് വിടുമ്പോൾ നമുക്കറിയാം 2 മാസം കൊണ്ട് 5 ഇഞ്ചാവും. തുറന്ന് വിടുമ്പോഴത്തന്നെ 3 മാസം കൊണ്ട് 1/2 കിലോ മേളിലാവുന്നുണ്ട്. ഗ്രോത്ത് എനിക്ക് കുറവാണ്. പല ഇതും എൻ്റെ അനുഭവം വെച്ച്
കേജ് കിടക്കുന്ന മീൻ ഗ്രോത്ത് കുറവാണ്, മറ്റേതാണ് ഗ്രോത്ത് കൂടുതൽ കിട്ടുന്നത്. അല്ല, ഈ നമ്മൾ ഇതുപോലെ ഇത്രയും സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ലാഭകരമായി ചെയ്യാൻ പറ്റും. ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഒരു നല്ല രീതിയിൽ തന്നെ മത്സ്യകൃഷിയുടെ റിസ്ക്കുമാണ്, അതോടൊപ്പം തന്നെ ഒരു പാഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നമ്മൾ കഷ്ടപ്പെട്ട റിസൾട്ട് ഉറപ്പാണ്. അതിനെന്തൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? നമ്മൾ വെള്ളത്തിൻ്റെ സ്രോതസ്, വെള്ളം നമുക്ക് എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത് നോക്കണം. ഊറ്റുള്ള വെള്ളമാണോ, വെള്ളം അടിച്ചു കയറ്റണോ? വെള്ളം അടിച്ചു കയറ്റുന്ന വെള്ളത്തിനൊക്കെ pH വേരിയേഷൻ വ്യത്യാസം വരും. pH മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് മീനെ ഇടാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് pH വേരിയേഷൻ സംഭവിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ചില സമയത്ത് ഒഴുക്ക് കുറയും. അപ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ള മോട്ടർ വെച്ചുകൊണ്ട് ഈ വെള്ളത്തിൽ ബബിൾസ് ഫോം ചെയ്യും. അപ്പോൾ കുമിളകൾ വരുമ്പോൾ മീൻ എയർ സർക്കുലേഷൻ കിട്ടും. എയറേറ്റർ വെച്ച് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഈ കൂട്ടിക്കിടക്കുന്ന വളർത്തുന്ന മീൻ ഫംഗൽ പെട്ടെന്ന് വരും. കാരണം തീറ്റകൾ ഒരുപാട് കഴിയുമ്പോഴത്തേന് ഈ വേസ്റ്റ്. അതാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അതിന് ഇത് പക്ഷേ സ്വാഭാവികമായിട്ട് അതിന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലില്ലേ? ഇങ്ങനെ നമ്മൾ തുറന്നു വിടുന്ന ഇത്രയും വിസ്താരമായിട്ട് ചെയ്യുമ്പം മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലല്ലേ? അത് കുറവാണ്. എനിക്ക് അങ്ങനെ ഫംഗൽ അസുഖങ്ങൾ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ആകപ്പാടെ സംഭവിച്ചത് ഈ pH വേരിയേഷൻ കുറഞ്ഞ് ഒഴുക്ക് കുറയുമ്പോൾ ആ രീതിയിലുള്ള മോർട്ടാലിറ്റി. മഴവെള്ളം നേരിട്ട് തന്നെ ഇതിനകത്ത് മഴവെള്ളം വന്നു ഫ്ലഡിൽ പോയത്. അതിനപ്പം ഇത് ഓവർഫ്ലോ ആവാനും ചാടാനും സാധ്യതയുണ്ട്. കാര്യം വെള്ളം ഇപ്പം നമുക്ക് നിലവിൽ ഈ നിൽക്കുന്ന സ്ഥലം 4 അടി 6 അടി പൊക്കത്തിന് വെള്ളം വന്നു. മീനൊന്നും ചെയ്യാം, മീനെല്ലാം ആറ്റിലേക്ക് പോകും. റിസ്ക്കാണ്. ഞാൻ പറയാം, എനിക്കൊരു ആദ്യത്തെ ഒരു 30 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായിരുന്നു. മത്സ്യകൃഷിയിൽ 30 ലക്ഷം രൂപ നഷ്ടമുണ്ട്. അല്ല, ഇത് ഇപ്പം മറ്റ് കൃഷിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീക്കിലി ലാഭം അല്ലെങ്കിൽ മന്ത്ലി ലാഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇയർലി നമ്മളിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ 6 മാസം നമ്മളൊരു സ്റ്റോക്ക് മീൻ ഇട്ട്, ഇപ്പോൾ ഒരു 50,000 കുഞ്ഞുങ്ങൾ 6 മാസം ഇട്ട്, ഈ 6 മാസം കൊണ്ട് നമ്മളിതിനെ തീറ്റ കൊടുത്ത് വളർത്തിയതിന് ശേഷം നമ്മൾ 6 മാസം കഴിയുമ്പോൾ നമ്മൾ മീൻ വിളവെടുക്കാം. ബാക്കി 6 മാസം നമ്മൾ ഇപ്പം മുടക്കിയ പൈസ 6 മാസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അല്ല, അപ്പോഴേക്കും മറ്റൊരു ബാച്ചിനെ നമ്മൾ റെഡി ആയിക്കണം. നമുക്ക് എപ്പോഴും മീൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്, കൂട്ടിലേക്ക് മീൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും, മറ്റതിനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് തുറന്നു വിടും, അടുത്ത ബാച്ചിനെ തുറന്നു വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ചില ഈ ചെറിയ രീതിയിൽ ചെയ്യുന്നവർ അവർക്ക് മാറ്റാനുള്ള സംവിധാനം കാണത്തില്ല. ഇത് പിടിച്ചിട്ട് വീണ്ടും 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഇട്ട് അത് നഷ്ടം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർ അടുത്ത സ്റ്റോക്ക് ചെയ്ത് വേണം ഇത് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥിര വരുമാനം എപ്പോഴും മീൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ഫാമിൽ ഏത് സമയം മീൻ കിട്ടും, എപ്പം വന്നാലും മീൻ കൊടുക്കാൻ പറ്റും. അല്ല, ഇപ്പൊ ഈ 6 തരത്തിലുള്ള മീനുകൾ ഇതിനകത്ത് ഇടുന്നു എന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഈ മീനുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഈ മീനുകളെ ഇട്ടപ്പോഴത്തേന് വലിയ മീനുകൾ പിടിച്ച് തിന്നുമായിരുന്നു. ഇപ്പോൾ ഒരേ അളവിൽ സൈസിൽ മീൻ പിടിച്ച് ഇടുമ്പോഴത്തേനെ വലിപ്പം സെയിം ആവുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുന്നില്ല. എന്നാലും മോർട്ടാലിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും ഒരു 5000 കുഞ്ഞുങ്ങളൊക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ 3000 കുഞ്ഞുങ്ങളെ നമുക്ക് വിളവെടുക്കാറായി കിട്ടുള്ളൂ. ഈ അതിനകത്ത് തന്നെ വെജും നോൺ വെജ് മീനുകളില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റത് ഇലയൊക്കെ കഴിക്കുന്ന മീനുണ്ട്, മറ്റത് പിടിച്ച് തിന്നുന്ന മീൻ, അത് ഇതിനെ ഉപദ്രവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ അതനുസരിച്ചുള്ള കുഞ്ഞുങ്ങളുടെ വലിപ്പം അതേ ഒറ്റ മീൻ ഇടുന്നതാണോ അതോ പല മീനുകൾ ഇടുന്നതാണോ ലാഭം? അല്ല, മീൻ നമുക്കിപ്പോ എനിക്ക് ഈ 1 ഏക്കർ ഉണ്ട്. ഇപ്പോൾ 1 ഏക്കർ ഉണ്ട് പോകേണ്ട. സാധാരണഗതിയിൽ ഒരു ടൈപ്പ് മീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ചും കൂടെ ആണ്. പക്ഷേ കുറച്ച് ഞാൻ പറഞ്ഞില്ല, മീൻ ഗ്രോത്ത് കുറഞ്ഞൊരു ഫീലിംഗ് വരുന്നുണ്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ. ഗ്രോത്ത് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് തുറന്ന് അങ്ങനെ ചെയ്യുന്നത്. എനിക്കിത് ലാഭകരമാണ്. എങ്ങനെയുണ്ട് മാർക്കറ്റിംഗ്? ഈ ഇപ്പം നമുക്ക് സുലഭമായിട്ട് കടൽ മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വളരെ മോശമാണ് മാർക്കറ്റിംഗ്. കാര്യം ഇപ്പോൾ നമുക്ക് ആന്ധ്രയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഈ മീൻ ചീപ്പായിട്ട് വരുന്നത് കൊണ്ട് മാർക്കറ്റിംഗ് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ലൈവ് ആയിട്ടുള്ള ജീവനോടെ മീനുകളാണ്. കുറെ പേര് വരുന്നില്ലേ ഇങ്ങോട്ട്? ഫോർമാലിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പുഴമീനിലോട്ട് വരുന്നുണ്ട്. പ്രശ്നമില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ എല്ലാ ഫാമുകളിൽ നിന്നും ഇപ്പോൾ ഞാൻ മീൻ എടുക്കുന്നുണ്ട്. കാരണം എനിക്കിവിടെ മീൻ കുറയുമ്പോൾ ഞാൻ ഫാമുകളിൽ നിന്ന് മീനെടുത്ത് ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇവിടെ റെസ്റ്റോറൻറ്റ് സംവിധാനമാണ്. നമ്മുടെ ഫിഷ് തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കർഷകരെ സംബന്ധിച്ചോളം പുഴമീൻ കൃഷി എന്ന് പറയുന്നത് മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഉണ്ടാവും. കാര്യം പുഴമീൻ എന്ന് പറയുമ്പം പെട്ടെന്ന് ആരും വാങ്ങുന്നില്ല. ചീപ്പ് റേറ്റിന് വേറെ മീൻ വരുന്നുണ്ട്. കാര്യം ഇത് നമ്മൾ പെല്ലറ്റ് കൊടുത്തുന്ന മീൻ 300-350 കിലോ വെച്ചാൽ നമുക്ക് മുതലാവുള്ളൂ. ലോക്കൽ മീനുകൾ ആന്ധ്രയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ആൾക്കാർ അത് വാങ്ങാറുണ്ട്. ഇപ്പം ഈ കൊല്ലം ജില്ലയിലുള്ള മിക്കവാറുള്ള ഫാമുകളിലെല്ലാം മീൻ എടുക്കുന്നത് ഞാനാണ്. എല്ലാ ഫാമുകളിൽ നിന്നും മീൻ എടുക്കുന്നുണ്ട്. ആ കർഷകരെല്ലായിട്ടും ഞാൻ ടൈപ്പാണ്. ആ മീൻ ഞാൻ അടുത്താണ് സപ്ലൈ ചെയ്യുന്നത്. അല്ല, അപ്പം ഈ മാർക്കറ്റ് ചെയ്യാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ്? നമ്മുടെ മാർക്കറ്റിംഗ് രീതി ലൈവ് ആയിട്ടുള്ള ഫിഷ് നമ്മൾ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീടുകളിൽ വരെ ലൈവായിട്ടാണ് ടെമ്പോയിൽ വെള്ളം നിറച്ച് ജീവനോടെ ഓരോ വീടുകളിൽ മുന്നിലെത്തും.
ജീവനോടെ തൂക്കിയെടുത്ത് കൊടുക്കും. പക്ഷേ ചിലർക്കൊക്കെ ഇതിനെ ലൈവ് കിട്ടിയിട്ട് കൊല്ലാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അത് ചിലർക്ക് നമ്മൾ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംവിധാനം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല വരട്ടി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പ്രത്യേക മസാല കൂട്ടുണ്ട്, അത് തയ്യാറാക്കി നമ്മൾ മീൻ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ കസ്റ്റമറുകൾ ഇത് ഫിഷ് ഇവിടെ ലൈവായിട്ട് കഴിക്കാനാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ മാർക്കറ്റിങ്ങിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ മഴ പെയ്യുമ്പം ഉള്ള ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ്. അപ്പോൾ ഈ ചൂട് കാലാവസ്ഥ വരുമ്പോൾ എന്തെങ്കിലും ഇതിനെ ബാധിക്കാനുള്ള എന്തെങ്കിലും? ചൂട് ഉറപ്പായിട്ട് മീനുകളെ ബാധിക്കാറുണ്ട്. കാരണം വെള്ളം ഒഴുക്ക് കുറയും ചൂട് സമയത്ത്. അപ്പം ഇത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു 10 അടി താഴ്ച എനിക്കുണ്ട്. 2 അടി 3 അടി താഴ്ചയുള്ള കുളങ്ങളിൽ നല്ല രീതിയിൽ ചൂടടിക്കുമ്പോഴത്തേന് മീൻ നല്ലപോലെ ചൂടേക്കും. അപ്പം നമുക്ക് ഈ മീൻ ഓടി കിടക്കുന്നത് കൊണ്ട് വലിയ രീതിയിൽ ചൂട് എഫക്ട് ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഒഴുക്ക് കുറയുമ്പോൾ pH-ന്റെ വേരിയേഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രഷർ കൊടുക്കുക, ബബിൾ സെറ്റ് പ്രഷർ കൊടുത്ത് വെള്ളം ഇളക്കി കൊടുക്കുക. അതാണ് വെള്ളത്തിന് എപ്പോഴും ഒരു വേണം. അപ്പോൾ ഈ ടാങ്കിൽ വളർത്തുന്നവർക്ക് ആ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. ടാങ്കിന് വളർത്തുന്നവർക്കും ഉണ്ടാവും മീനുകൾ അവർക്ക് ഈ വെള്ളത്തിന് ഇതുപോലെ ഈ ഒഴുക്കുണ്ടാവില്ലല്ലോ. ഒഴുക്കുണ്ടാവത്തില്ല. അപ്പോൾ അവർ എയറേറ്റർ വെച്ച് കൊടുക്കും. എയറേറ്റർ സംവിധാനമുണ്ട്. അപ്പോൾ ഈ ചൂടും ഇതിനെ ബാധിക്കാനുള്ള സാധ്യത ബാധിക്കാറുണ്ട്. ചില മഴയത്ത് ഈ മീൻ ഒഴുകി പോകുന്നൊരു ഇതല്ലാതെ വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. മീൻ ഒഴുകി പോകുന്നതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ നിങ്ങളെപ്പോലെ യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഈ കൃഷി ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? മത്സ്യകൃഷിയെ സംബന്ധിച്ച് ഒരു പാഷനായിട്ടുണ്ട് അതിനകത്ത് ഇറങ്ങും. നമുക്ക് ആദ്യമേ റിസൾട്ട് ഉണ്ടായില്ലെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം നമ്മൾ റിസൾട്ടിന് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ്. എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ധൈര്യമായി നമ്മൾ കഷ്ടപ്പെട്ട റിസൾട്ട് 100% ഉറപ്പാണ്. പിന്നെ മത്സ്യകൃഷിയുടെ വേറെ ഗുണം, നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും എത്ര ടെൻഷനായാലും നമ്മൾ മീനെ തീറ്റയിട്ട് കൊടുക്കുമ്പോൾ മീൻ തീറ്റ തിന്നുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ഞാൻ ഏത് ടെൻഷൻ വന്നാലും മീനെ തീറ്റയിട്ട് കൊടുക്കുമ്പോൾ എനിക്കതൊരു പോസിറ്റീവ് വൈബാണ്. നമ്മളൊരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഏത് പ്രതിസന്ധികളും തരണം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ടാണ്. പക്ഷേ ക്ഷമ വേണം. പെട്ടെന്ന് പണക്കാരനാവാൻ പറ്റത്തില്ല. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുളത്തിലാണ് മീൻ, നമ്മൾ ഈ ഒരു കൂട്ടിനകത്ത് മീൻ പിടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഗസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മീൻ ഇപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ മീൻ നമ്മളിപ്പം എടുക്കും. മീൻ എടുത്ത് തൂക്കി അവർക്ക് ഒരു മണിക്കൂറിനകം അവർക്ക് റെഡിയാക്കി കൊടുക്കും. ഇതാണ് നമുക്ക് ഇവിടുത്തെ ഫിഷിൻ്റെ സെയിൽ ഇങ്ങനെയാണ്. എത്ര കിലോ? ഇത് 1 കിലോ മീനുള്ളൂ. 2 കിലോ ടൈപ്പ് വരെ മീനുണ്ട്. ഗസ്റ്റുകൾ അവർ നോക്കിയെടുത്ത മീനാണ്. ഇത് തൂക്കി അവർക്ക് 1 മണിക്കൂറിന് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്.